Hello, welcome to our channel Chandil's Crafted Stone with Care. ചെയ്യാൻ പോകുന്നത് ഗിയർ വയറിലൊരു നെക്ലസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് ഏതാണ്ട് ഇതേപോലത്തെ പാറ്റേൺ വരും. പക്ഷെ ഞാൻ ഇപ്പോൾ ഇത് കണ്ടോ, ഇത് നമുക്ക് ഏത് അളവിൽ വേണോ നമുക്കിങ്ങനെ ഇടാൻ പറ്റും. അങ്ങനത്തെ ഒരു ഇതാ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഞാനിപ്പം നിങ്ങൾക്ക് ഇതിപ്പോൾ ഓൾറെഡി ഒരു പാറ്റേൺ ആണ്. ഞാൻ നിങ്ങൾക്ക് ബ്ലാക്കിൽ വേറൊരു രീതിയിലായിരിക്കും ചെയ്ത് കാണിക്കുന്നത്. അതേപോലെ ഇത് കണ്ടോ, ഇത് ഞാൻ നമ്മൾ ചെയ്തേക്കുന്നത് ഇവിടെ ഒരു പാറ്റേൺ കൊടുത്തു, ഇവിടെ വേറെ പാറ്റേൺ കൊടുത്തു, ഇവിടെയും ഇത് ഇങ്ങനെയാണ് വന്നേക്കുന്നുണ്ടോ. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിതിൻ്റെ ലെന്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എത്ര വേണോ ഇങ്ങനെ ഇടാം. ഇത് വേണം നമുക്ക് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഈ ലെന്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ഒരു നമ്മൾ ബ്ലാക്കിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു മാല ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ഒരു ഗിയർ വയർ വേണം. അപ്പോൾ ഗിയർ വയർ നമുക്ക് ലെന്ത് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ഒരു കൊളുത്ത് വേണം. ഇത് കണ്ടോ, ഈ കൊളുത്താണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ബീഡ്സാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഈ ഒരു ബീഡ്സാണ്. അപ്പോൾ ഈ ബീഡ്സ് എടുത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ വലിയ ഒരു ടൈപ്പ് ബീഡ്സും കൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഒരെണ്ണം മതിയാവും, ഒന്നോ രണ്ടോ മതിയാവും. പിന്നെ ഇടയ്ക്ക് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഗോൾഡൻ ബീഡ്സും കൂടെ യൂസ് ചെയ്തു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സിൽവർ ബീഡ്സ് യൂസ് ചെയ്യാം. പക്ഷേ സിൽവർ ബീഡ്സ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സിൽവർ കൊളുത്തെടുക്കാൻ നോക്കുക. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം കൊളുത്ത് കാണത്തില്ല. പിന്നെ അതൊരു പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ സാധനം ഈ ഗമ്മാണ്. ഗമ്മും പിന്നെ വേണ്ടത് ലോക്കാണ്. നമുക്ക് വേണ്ടത് ഈ ഗിയർ ലോക്കാണ്. ഇത് നമുക്ക് 2 എണ്ണം മതി. ഞാൻ പിന്നെ ഇത് ഇത്രയും എടുത്തതേ ഉള്ളൂ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഇത് നമ്മൾ കൊളുത്തിടുമ്പോഴത്തേക്ക് നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗിയർ ലോക്കിൻ്റെ ആവശ്യമുള്ളത്. പിന്നെ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ടൂൾസിൻ്റെ ആവശ്യം വരും. ഒന്ന് ഈ ഒരു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിയർ ലോക്ക് കട്ട് ചെയ്യാൻ. പിന്നെ അതേപോലെ പ്ലെയറും കൂടെ ആവശ്യം വരും. ഈ ഗിയർ ലോക്ക് നമുക്ക് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലെയറിൻ്റെ ആവശ്യവും കൂടെ വരും. അപ്പോൾ ഞാൻ ഗിയർ വയർ ഇത്രയും ലെന്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലെന്ത് എടുത്ത ഇത് ഒരു സൈഡിന് മാത്രമാണ്. ഇനി ഒരു സൈഡ് ചെയ്യാൻ വീണ്ടും നമുക്ക് ഗിയർ വയർ വേണ്ടി വരും. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ വെച്ചായിരിക്കും ഞാൻ ഇത് ഇങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസിൽ ഞാനിങ്ങനെ പകുതിയാക്കി ഇങ്ങനെ വെച്ചിട്ടായിരിക്കും ഞാനിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പം ചെയ്യുന്നത് ഒരു ലൂപ്പ് വരുന്ന ടൈപ്പ് നെക്ലസ് ആണ്, അല്ലെങ്കിൽ മാലയാണ്. അപ്പോൾ നമ്മളത് ചെയ്യാൻ വേണ്ടി ലൂപ്പ് വരുന്ന ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഇതുപോലത്തെ ലൂപ്പ് ആദ്യം നമ്മൾ ചെയ്തെടുക്കണം. ഈ ലൂപ്പ് അപ്പോൾ ഈ സൈഡാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ടൈപ്പ് ബീഡ്സ് വെച്ച് ഞാനൊരു 4-5 ബീഡ്സ് ആദ്യം ഇട്ട് കൊടുക്കുന്നു. 4 ഗോൾഡൻ ബീഡ്സ് ആദ്യം അങ്ങ് ഞാനിതിൽ ഈ ഗിയർ വയറിൽ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. 4-5 നമുക്ക് എത്ര വേണം അതനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ആദ്യം 4 ഇട്ട് നോക്കണം, കാരണം നമുക്കൊരു സൈസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് നോക്കുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഞാൻ ആദ്യം 4 എണ്ണം എടുത്തിട്ടു. ഓക്കെ, 4 ബീഡ്സ്. ഇത് ഈ ഗിയർ വയറിൻ്റെ നടുക്കായിട്ട്, ഓൾമോസ്റ്റ് നടുക്കായിട്ട് ഇങ്ങനെ വരണം. 4 എണ്ണം മതിയാവും നോക്കുക. 4 എണ്ണം ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ 4 എണ്ണം വെച്ചിട്ട് ഇതിങ്ങനെ ഒരു ലൂപ്പ് വരും. ഈ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ ഇതായിരിക്കും ലാസ്റ്റിൽ യൂസ് ചെയ്യുന്ന ബീഡ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ലെന്ത്. അപ്പോൾ 4 അല്ല, നമുക്ക് 5 എണ്ണം ആയാലും നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ 5 ബീഡ്സ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 5 ബീഡ്സ് ഇട്ടു. ഈ 5 ബീഡ്സ് ഇട്ടതിന് ശേഷം ഈ 2 വയറും കൂടെ, അപ്പോൾ 2 വയറെന്ന് വെച്ചാൽ ഒരു വയറാണ്, അതിനെ ഞാൻ ഹാഫ് ആക്കിയതാണ്. അതിനെ ഇങ്ങനെ ഒരുമിച്ച് പിടിക്കുന്നു. ഓക്കെ, ഇവിടെയാണല്ലോ ആ ബീഡ്സ് ഇട്ടേക്കുന്നത് താഴെ. എന്നിട്ട് ഈ വയറിന് ഞാനിങ്ങനെ പിടിച്ചേക്കുക. ഇനി ഈ 2 വയറും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് വെച്ചിട്ട് വേണം ഞാൻ ഈ ബ്ലാക്ക് ബീഡ്സ് അതിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ ബ്ലാക്ക് ബീഡ്സ് എടുത്തിട്ട് ഇത് കണ്ടോ, ഇവിടെ ഞാൻ ഇങ്ങനെ വെച്ചേക്കുവാണ്. അതിൻ്റെ ഈ പോർഷൻ, അതായത് ഈ ഒരു വലിയ ഗിയർ വയറിനെ ഞാൻ 2 ആക്കി മടക്കി ഈ ഒരു പോർഷൻ ഒരുമിച്ച് വെച്ചിട്ട് ഞാൻ 2 പോർഷനിൽ കൂടെ ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു ബീഡ്സ് കടത്തി വിടണം. അപ്പോൾ ഒന്നല്ല, നമുക്ക് ആവശ്യം അനുസരിച്ച് നമ്മുടെ ലെങ്ത് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ബീഡ്സ് ഇങ്ങനെ കടത്തി വിട്ടുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഫസ്റ്റ് ബീഡ് കടത്തി വിടുമ്പോൾ നമ്മൾ ഇതിനെ ഒന്ന്
ഷേപ്പാക്കി എടുക്കുക. കണ്ടോ, ഇവിടെ കണ്ടോ, ഈ ഒരു ഷേപ്പായി. അപ്പം നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ലൂപ്പ് കിട്ടി. ഈ ലൂപ്പാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങോട്ട് ഈ ബീഡ്സ് അങ്ങ് കടത്തി വിടുക. ഇതിപ്പോൾ ഒരു ബീഡേ ഞാൻ ഇട്ടുള്ളൂ. ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു ആവശ്യം അനുസരിച്ച്, നമ്മളെ ലെങ്ത് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ബീഡ്സ് അങ്ങ് കടത്തി വിടാം. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാനിവിടെ ബീഡ്സ്, ഇതിപ്പോൾ 4 എണ്ണമായി, നമ്മളെ ലെങ്ത് അനുസരിച്ച് ഞാനിനി ബീഡ്സ് കൊടുക്കാൻ പോവാണ്. ഗിയർ വയറിൽ 1 by 1 ആയിട്ട് ഇത്രയും കല്ല് ഇങ്ങനെ കോർത്ത്. അപ്പോൾ ഇത് ശരിക്കും ഒരു സൈഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്ത സൈഡും കൂടെ ചെയ്യണം. അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ ഒരു കൊളുത്തെടുത്തിട്ട് ഏതെങ്കിലും ഒരു എൻഡ് നമ്മൾ ഇതിനോ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് കെട്ടിയാൽ അത്ര ശരിയാവത്തില്ല, കാരണം ഗിയർ വയർ ആയതുകൊണ്ട്. നമ്മൾ ഇതിൽ യൂസ് ചെയ്യേണ്ടത്, നമ്മളിവിടെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ വെറുതെ ഇത് അറ്റാച്ച് ചെയ്താൽ പോരാ, നമ്മൾ ലോക്ക് വെച്ചാണ്, ഗിയർ ലോക്ക് വെച്ചാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മളുടെ ഗിയർ ലോക്ക് എന്ന് പറയുന്നത്. ഇത് ഒരു കുഞ്ഞ് സംഭവമാണ്. അപ്പം ആ ഗിയർ ലോക്ക് എടുത്തിട്ട് ഈ 2 നൂലിൽ കൂടെ കയറ്റി വിടുക. എന്നിട്ട് തിരിച്ച് നമുക്ക് വീണ്ടും ഈ ലോക്ക് വെച്ചതിന് ശേഷം വീണ്ടും തിരിച്ചും അത് കയറ്റി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിരിക്കും. ലോക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗിയർ ലോക്ക് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ 2 നൂലിൽ ഇതിൽ കൂടെ 2 ഗിയർ വയറിൽ കൂടെ ഞാൻ എന്ത് ചെയ്തു, അതിനെ അകത്തോട്ട് കയറ്റി വിട്ടു. ഓക്കെ, എന്നിട്ട് കയറ്റി വിട്ടതിന് ശേഷം അടുത്ത് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ലോക്ക് എടുക്കുക. ഈ ലോക്ക് നമ്മൾ കൊളുത്ത് എടുത്തിട്ട് അതും ഞാൻ അതിൻ്റെ ഏതെങ്കിലും ഒരു എൻഡ് ഞാൻ ഇതിൽ കൂടെ ഇങ്ങനെ കയറ്റി വിടുന്നു. ഓക്കെ, അതിന് ശേഷം ഞാൻ ഈ ഗിയർ വയർ ഉണ്ടല്ലോ, ആ ഗിയർ വയറിൽ കൂടെ ഒന്നും കൂടെ ഞാൻ എന്ത് ചെയ്യണം, ഈ 2 വയറും കൂടെ ഇങ്ങോട്ട് കയറ്റി വിടും. ഇതിങ്ങനെ തിരിച്ച് അതേ ലോക്കിൽ കൂടെ തിരിച്ച് കയറ്റിയിട്ട് നമ്മളിവിടെ ഇനി ഈ പ്ലെയർ വെച്ച് ഇവിടെ ഒരു ഗിയർ ഇട്ടായിരുന്നല്ലോ, അതിനെ നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇത് കണ്ടോ, ഇവിടെ കുറച്ച് ഗം ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് തേക്കുന്നേ ഉള്ളൂ. ആ ഗിയർ ലോക്കിൽ ഇത് ഇരുന്നോളൂ, പക്ഷേ ഇത് ഇച്ചിരി സെക്യൂർ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇത് ഇവിടെ വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ വീണ്ടും ഗിയർ വയർ എടുക്കുന്നു. അപ്പം അതും നമുക്കിനി ബാക്കി ഹാഫ് പോർഷൻ ചെയ്യാനാണ്. അപ്പോൾ ഗിയർ വയർ എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്യുന്നു. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇനി നമുക്കൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ഒരു മുത്ത്, അതായത് ശരിക്കും ഇതിലേ കൂടെയാണ് നമ്മൾ കയറ്റി വിടേണ്ടത്. കാരണം നമ്മൾ ഇവിടെ ഒരു മുത്ത് വെക്കണം, ഈ ലോക്ക് വെക്കണം. അത് ഇതിൻ്റെ താഴെയാണ് വേണ്ടത്. നമുക്ക് വേണമെങ്കിൽ അവിടെ എക്സ്ട്രാ ഡിസൈനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഇതിന് പിന്നെ വലിയ ഡിസൈൻസ് ഒന്നും കൊടുക്കുന്നില്ല. ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് കുറച്ച് ഗോൾഡൻ ബീഡ്സ് കൊടുക്കുന്ന അത്രേ ഉള്ളൂ. ഈ ഒരു ബീഡ്സ് ഇതിങ്ങനെ, ഈ ഒരു ബീഡ് ഇങ്ങനെ നടുക്കോട്ട് കയറ്റി വിട്ടു. എന്നിട്ട് അതിച്ച് വലിയ ബീഡാണ് എടുത്തത്. എന്നിട്ട് ഈ ഒരു ബീഡ് ഇത് നമ്മളെടുത്തതിന് ശേഷം ഇതിന് തിരിച്ച് ഇതിലേ നമ്മൾ എടുക്കുന്നു. പോർഷനിലാണ് വരുന്നത്. അപ്പോൾ ഇതിനൊരു ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഗോൾഡൻ ബീഡ്സ് നമുക്ക് അവിടെയും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേ കൂടെ ഇങ്ങനെ എടുത്തിട്ട്, അപ്പോൾ ഇത് ഇങ്ങനെ ലൂപ്പായല്ലോ കണ്ടോ, ഇനി ഇത് ലൂപ്പ് പോലെ വന്നു. ഇനി നമുക്ക് ഇവിടെ അങ്ങ് ബീഡ്സ് കയറ്റി ഇടാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിസൈൻ കൊടുക്കാം, ഇല്ല ഡിസൈൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പിന്നെ ജസ്റ്റ് ഒരു 4-5 ബീഡ്സിന് മാത്രം നമ്മളിങ്ങനെ ഡിസൈൻ കൊടുക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇവിടെയും നമുക്ക് വേണമെങ്കിൽ വേറൊരു കളർ ബീഡ് യൂസ് ചെയ്യാം, വേറൊരു സൈസ് ബീഡ് യൂസ് ചെയ്യാം, എങ്ങനെ വേണോ ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ സെയിം ടൈപ്പ് ബീഡിന് യൂസ് ചെയ്യാനാണ് പോകുന്നത് കേട്ടോ. അപ്പം ഇതിങ്ങനെ ഇട്ടതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ബീഡ് നമ്മൾ അപ്പുറത്ത്, ഇതിപ്പം സൈസ് വേറെയാണ്. ഞാനിപ്പോൾ ഇത് ഇച്ചിരി വലിയ ബീഡാണ്, ഇത് നോർമൽ ബീഡ്. ആ നോർമൽ ബീഡാണ് ഞാനിവിടെ ഇനി 1 by 1 ആയിട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഞാനിവിടെ ഇങ്ങനെ ഒരു പാറ്റേൺ കൊടുത്തു. ഇനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഇനി കംപ്ലീറ്റ് ബ്ലാക്ക് ബീഡ്സ് അങ്ങോട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലൂപ്പാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് ലൂപ്പ് നെക്ലസ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. അതൊന്നും ഇങ്ങനെ വരും കേട്ടോ ഡിസൈൻ കംപ്ലീറ്റ് ആകുമ്പോൾ.
അപ്പം ഞാൻ ഇവിടെ മാത്രം ഡിസൈനിന് വേണ്ടി ഒരു 4 ഗോൾഡൻ ബീഡ്സ് കൊടുത്ത ഇടയ്ക്ക്, പിന്നെ നോർമലായിട്ട് അങ്ങ് കൊടുത്ത്. ഇതൊരു സിമ്പിളായിട്ടാണ്, വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നമ്മളിതാ ഇങ്ങനെ എൻഡ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഫൈനൽ ഇത്രയും കൊടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട ഈ ഒരു എൻഡ്, അതായത് ഈ കൊളുത്തിൻ്റെ എൻഡിന് ഇതിലോട്ടിടുക. അപ്പോൾ അതിന് നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് നമ്മുടെ ഈ ലോക്ക് എടുത്തിട്ട് നമ്മൾ ഈ ഗിയർ വയറിൽ കൂടെ നമ്മൾ ആദ്യം ഇതിനെ അകത്തോട്ടിടുന്നു. ഓക്കെ, 2 കൂടെ ഇതിനകത്തോട്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഈ ഒരു സംഭവം എടുത്ത് ഇതിനകത്തോട്ടിടുന്നു. ഓക്കെ, എന്നിട്ട് അടുത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ഇതിനകത്ത് ഈ ലോക്കിൽ കൂടെ തിരിച്ച് നമ്മൾ ഇതിനെ കയറ്റണം. ഈ 2 വയറും കൂടെ ഇങ്ങനെ കയറ്റി, എന്നിട്ട് ഇതിനെ ഇങ്ങനെ ടൈറ്റായിട്ട് നമ്മളിങ്ങനെ ടൈറ്റാക്കണം. അപ്പോൾ ഇതിനെ അങ്ങോട്ട് വലിച്ചാൽ മതി, ടൈറ്റായിക്കോളും. പിന്നെ ഇത് നമുക്കിങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പ്ലെയർ എടുത്തിട്ട് ഇത് വെച്ച് നമുക്ക് ഇങ്ങനെ പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ടൈറ്റാക്കാം. ഇങ്ങനെ ടൈറ്റാക്കി, കണ്ടോ? ഈ ടൈറ്റാക്കിയതിന് ശേഷം ഈ പ്ലെയർ വെച്ച് തന്നെ ഇവിടെ നമുക്ക് ഇതിനെ ഒന്ന് ടൈറ്റാക്കിയിട്ട് കുറച്ച് ഗം നമ്മൾ അപ്പുറത്തെ സൈഡ് ചെയ്തതുപോലെ തന്നെ കുറച്ച് ഗം വേണമെങ്കിൽ ഇവിടെ നമുക്ക് കൊടുക്കാം. ഗം വെറുതെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നതേ ഉള്ളൂ, ഒരു ഇതിന് വേണ്ടിയിട്ട്. അധികം ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ എക്സ്ട്രാ കിടക്കുന്ന വയർ നമുക്ക് ഒന്ന് മാറ്റാം. അപ്പോൾ ഇതൊരു പാറ്റേൺ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പല കളറും ഒക്കെ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇത് കണ്ട ഇവിടെ ഒരു ലൂപ്പ് വന്നു, ഇതൊരു ഡിസൈൻ പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിത് പല രീതിയിൽ പല കളറിലും നമുക്ക് ഇത് കണ്ടോ, ഇതും അതേപോലെ ലൂപ്പ് വന്നേക്കുവാണ്. പക്ഷേ ഇത് ഒരു പാറ്റേണും ഇത് വേറൊരു പാറ്റേണും കൊടുത്ത് ഇങ്ങനെ ലൂപ്പ് കൊടുത്തു. എന്നിട്ട് ഇപ്പുറത്ത് ഇത് കണ്ടോ, ഇത് പേളിലാണ് ചെയ്തേക്കുന്നത്. ഇതിൽ പക്ഷേ വേറൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ കൊളുത്ത് കൊടുത്തിട്ടില്ല. ഇത് ഇച്ചിരി ലെന്തി മാലയാണ്. ഇത് നമുക്ക് കഴുത്തിൽ കൂടെ അങ്ങ് ഇടാൻ പറ്റും. നമ്മുടെ അളവനുസരിച്ച് നമുക്ക് ഇത് കണ്ടോ, ഇവിടെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് ഇച്ചിരി ലെന്തി ആയിട്ടുള്ള ഒരു നെക്ലസ്സാണ്. സാരിക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇടാൻ പറ്റും. പിന്നെ ഇവിടെ എൻഡിൽ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല, ഒരു ചെയിൻ എടുത്ത് ഇവിടെ എൻഡിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തേക്കുവാണ്. അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഡിസൈൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ആ പാറ്റേൺ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ മതി. നമ്മളത് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്കത് വീഡിയോയിൽ കൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്കിതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് നമുക്ക് തന്നെ ചെയ്ത് കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് തന്നെ അത് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും. താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഇത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പല ഡിസൈൻസും. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ നേരത്തെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോസ് പോയി കാണുക. പുതിയ ഡിസൈൻസ്, നിങ്ങൾക്ക് തോന്നുന്ന ഡിസൈൻസ്, അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ട ഡിസൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വാട്സാപ്പ് ചെയ്യാം. നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമുക്കത് ഇവിടെ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.